അപ്പം ഇന്ന് ഈ ലൈറ്റ് കത്തിക്കുമ്പോൾ ചില ആളുകളുടെ കൈ വിറക്കുകയാണ്. ഞാൻ പറഞ്ഞു, അത് പ്രായമാകുമ്പോൾ എല്ലാവരും വിറയിലേക്ക് വരും. ഖുർആൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ആയുസ് നീട്ടിത്തരികയായിരുന്നുവെങ്കിൽ നിങ്ങൾ കുഞ്ഞു കുട്ടികളെപ്പോലെ ആകുമായിരുന്നു. ഞാൻ ഈ വിറയലിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ആ വിഷയം ഞാൻ പറയാൻ ഉദ്ദേശിച്ചതല്ല. എന്താ പറയുന്നത്, നിങ്ങൾക്ക് ആയുസ് നീട്ടിത്തരികയായിരുന്നുവെങ്കിൽ കുഞ്ഞു കുട്ടികളെപ്പോലെ ആകുമായിരുന്നു എന്ന് വെച്ചാൽ ആളെ മനസ്സിലാവില്ല, സംസാരിക്കാൻ പറ്റുകയില്ല, മറ്റു മലമൂത്ര വിസർജനമൊക്കെ കിടന്നുകൊണ്ട് കുഞ്ഞു കുട്ടികൾ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ, അതുമാതിരി ആകുമായിരുന്നു എന്ന്. അപ്പം നമ്മളുടെ എല്ലാവരുടെയും പ്രാർത്ഥന, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഒന്നിലേക്കാണ്. റബ്ബുൽ ആലമീൻ, ആ കുട്ടി പറഞ്ഞപ്പോൾ, ദൈവം എല്ലാവരുടേതാണ്. ഏകം സദ് വിപ്രാ ബഹുധാ വദന്തി. നാം പ്രാർത്ഥിക്കുന്നത് എല്ലാം ഒന്നിലേക്കാണ്. രണ്ട് ദൈവമുണ്ടെന്ന് ആരും വിശ്വസിക്കുന്നില്ല. അപ്പോൾ നമ്മളുടെ പ്രാർത്ഥന, നമ്മളൊക്കെ വിശ്വാസികളാണ്, നമ്മുടെ പ്രാർത്ഥന ആരോഗ്യത്തോടു കൂടിയ മരണമാണ്. അല്ലാതെ അനാരോഗ്യമായി കിടന്ന് മരണപ്പെടുക എന്നത് നമ്മൾക്ക് തന്നെയല്ല, പലർക്കും അത് ബുദ്ധിമുട്ടുണ്ടാകും. കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളെ വെറുക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഗാന്ധി ഭവനിൽ ചെന്നപ്പോൾ അവിടെയുള്ള 95% അമ്മമാരും മക്കളുള്ളവരാണ്. അവരാട്ടി ഓടിക്കപ്പെട്ട് അവർക്ക് ഭക്ഷണം കഴിക്കാതെ, ജീവിക്കാൻ മാർഗമില്ലാതെ വിഷമിച്ച് ജീവിക്കുന്നവരെ കൊണ്ടുവന്ന് അവിടെ ഏറ്റവും നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുകയും മരുന്ന് കൊടുക്കുകയും അവിടെ ക്ലിനിക്ക് വെക്കുകയും വലിയ സീരിയസ് ഇഷ്യൂ ആണെങ്കിൽ അവിടുത്തെ തന്നെ ചിലവിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യും ഒരു സംവിധാനം ഞാൻ അവിടെ ഗാന്ധി ഭവനിൽ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ ആരോഗ്യത്തോടു കൂടി ആയുസ്സിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിത് പറയാൻ ഉദ്ദേശിച്ചതല്ല, പക്ഷേ വിറക്കലിനെ പറ്റി പറഞ്ഞപ്പോഴാണ് എൻ്റെ സ്ഥിതി, നിങ്ങളുടെ സ്ഥിതി അങ്ങനെ തന്നെയാണ്. ഒരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിന് മുമ്പ് ദൈവം നമ്മളെ വിളിക്കട്ടെ എന്നാണ്. കാരണം ലോകത്തിൽ ആരും മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. ഞാൻ മരണത്തെ നേരിട്ട് കണ്ടതാണ്. അത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ 1% ഒരു ഹെലികോപ്റ്റർ ക്രാഷ് എന്ന് പറഞ്ഞാൽ 1% ഇന്ത്യയിൽ വിജയം. 350 ഫീറ്റിൽ നിന്നാണ് ദൈവം എന്നെ രക്ഷിച്ചത്. അപ്പോൾ നമ്മൾ ആരോഗ്യത്തോടു കൂടി ജീവിക്കുക. ജീവിക്കുന്ന സമയത്ത് നമ്മൾക്ക് എന്താ ചെയ്യാൻ സാധിക്കുന്നതൊക്കെ ചെയ്യുക. അതിലുപരി നമ്മുടെ മരണപ്പെട്ടവരാണെങ്കിൽ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായാലും ശരി, മാതാപിതാ ഗുരു ദൈവേ എന്നാണ് ഹിന്ദു മെത്തോളജി. ഞങ്ങൾ ഖുർആൻ പറയുന്നു, അബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ മാതാപിതാക്കളോട് കരുണ കാണിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഒന്നുമായിട്ടില്ല എന്നാണ്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ജീവിച്ചിരിക്കുന്നവരെങ്കിൽ അവർക്ക് വേണ്ടി സഹായം ചെയ്യുക. എൻ്റെ ഒരുപാട് സഹപ്രവർത്തകർ വന്നിട്ട് പറയും, ഞങ്ങൾ മടങ്ങിപ്പോവുകയാണ്, ഞങ്ങൾ അമ്മനെ നോക്കണം, അച്ഛനെ നോക്കണം. നമ്മൾ ഇതിനേക്കാൾ നല്ല ജോലി നിനക്ക് നാട്ടിൽ തരും, പക്ഷെ അമ്മനെ അച്ഛനെ നിങ്ങൾ പോയി നോക്കുക. അത് നമ്മുടെ ബാധ്യതയാണ്. ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്.